നമസ്കാരം. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഈ ഒരു വീഡിയോയുമായിട്ട് വന്നതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫേസ്ബുക്കിൽ നമ്മുടെ മണിക്കുട്ടൻ്റെ വീഡിയോസ് നമ്മൾ ഒത്തിരി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ മണിക്കുട്ടൻ്റെ നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ടതല്ലാതെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ഉണ്ടായിരുന്നു. നമ്മളതൊന്നും ഇട്ടിരുന്നില്ല. അതിനു മുമ്പ് നമ്മൾ വളർത്തിയെടുത്ത് നമ്മൾ പറത്തി വിട്ട് ജീവിതത്തിലേക്ക് അവരെ എല്ലാം പറത്തി വിട്ട് ഒരുപാടെണ്ണമുണ്ട്. അതിന് മുമ്പ് 2 കാക്കക്കുഞ്ഞുണ്ടായിരുന്നു. ഒരു മരം വെട്ടിയിട്ട് അതിൻ്റെ കമ്പിൽ നിന്ന് തെറിച്ച് പാറകൾക്കിടയിൽ വീണ് ആ കാക്കക്കുഞ്ഞിനെയൊക്കെ ഞാൻ അതിനകത്തു നിന്നൊക്കെ രക്ഷപ്പെടുത്തിയെടുത്ത് വളർത്തി അവരെ പറത്തി വിട്ടു. ഒരു ഉപ്പൻ്റെ കുഞ്ഞുണ്ടായിരുന്നു, ഒരു കരിങ്കുയിലും ഒരു പുള്ളിക്കുയിലും. അവർ 2 പേരുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഞങ്ങളുടെ പഴയ വീഡിയോകൾ യൂട്യൂബിൽ, സിന്ധുവിൻ്റെ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ പഴയ വീഡിയോകളൊക്കെ നോക്കിയത് കാണാം. അത് നമ്മൾ അവരെ പറത്തി വിടുന്ന വീഡിയോ മാത്രമേ നമ്മൾ അതിൽ എടുത്തിട്ടുള്ളൂ, അല്ലാതെ നമ്മൾ വേറൊന്നും എടുത്തിട്ടില്ല. പിന്നെ അടയ്ക്കാക്കുരുവികൾ, മറ്റേ നമ്മുടെ മാടത്ത, അവരുടെയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതൊന്നെല്ലാം നമ്മൾ അവരെ രക്ഷപ്പെടുത്തി വിടുന്ന വീഡിയോസ് മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ, അല്ലാതെ അവരെ നമ്മൾ വളർത്തി എടുത്തതൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. പക്ഷേ ഇവന്റെ വീഡിയോ തന്നെ ഇടാനാണെങ്കിൽ ഒരുപാടുണ്ട്. മണിക്കുട്ടൻ്റെ ഒത്തിരി വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. അപ്പോൾ പിന്നെ മണിക്കുട്ടൻ്റെ ഒരു അപൂർവപ്പെട്ട ഒരു പറവയാണെന്ന് കണ്ടപ്പോഴാണ് നമ്മൾ അവനെ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ച് നമ്മൾ അവൻ്റെ വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. അവന് ഞങ്ങളോടുള്ള അറ്റാച്ച്മെന്റ് അതെല്ലാം കണ്ടപ്പോൾ നമുക്ക് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണം തോന്നി. അങ്ങനെയാണ് നമ്മൾ അവൻ്റെ കൂടുതലായിട്ട് നമ്മൾ ഇടാൻ തുടങ്ങിയത്. പിന്നെ അപ്പോൾ നമ്മുടെ ഈ കഴിഞ്ഞ ഫേസ്ബുക്കിനകത്ത് ഒരാളൊരു കമൻ്റ് ഇട്ടിരുന്നു. അവൻ എന്താ സംഭവിച്ചതെന്നുള്ളതും അവന് വേണ്ടി ഞങ്ങൾ എത്രമാത്രം ത്യാഗം സഹിച്ചു എന്നുള്ളതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളെല്ലാവരും കണ്ടിട്ട് നിങ്ങളൊക്കെ ഓരോരോ കമൻറ്റുകൾ ഇട്ട് തന്നിരുന്നു. അവനെ അവിടെ കൊണ്ടുപോകും, അവനെ രക്ഷപ്പെടും എന്നൊക്കെ എല്ലാം ഇട്ടിരുന്നു. അപ്പോൾ അയാളിട്ട് പുള്ളി ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കാക്കയെ പിടിച്ച് കൂട്ടിലിട്ട് കൊന്നിട്ട് അത് നിങ്ങൾ വീഡിയോ ഇട്ട് വൈറലാവാൻ വേണ്ടി ശ്രമിച്ചാൽ നിങ്ങളുടെ പേരിൽ ഫോറസ്റ്റുകാർ കേസെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങളുടെ വീട്ടിൽ വന്ന് ഫോറസ്റ്റുകാർ നിങ്ങളുടെ പേരിൽ കേസെടുക്കുമെന്ന് പറഞ്ഞ് നമ്മളെ ഒരു ഭീഷണിപ്പെടുത്തുന്നതോ ഭയപ്പെടുത്തുന്നതോ രീതിയിലുള്ള ഒരു കമൻ്റായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് അതിനെപ്പറ്റിയുള്ള ഒന്നും അറിയത്തില്ല. ഇങ്ങനെയുള്ള ശിക്ഷാ നടപടികളോ ഇങ്ങനെ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള ഇതുണ്ടാകുമെന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ വഴിയെ കടന്ന് ചോര വാർന്ന് വഴിയെ കടന്ന് ഒരു കാക്കക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന് വളർത്തി അവനെ ഇത്രയും രീതിയിലാക്കിയെടുത്തു. അവൻ്റെ 2 മാസത്തെ വളർച്ചയൊന്നും അല്ലായിരുന്നു അവനുണ്ടായിരുന്നു. അവസാനം അവന് ഷോക്ക് അടിച്ചിട്ട് പോലും അവൻ്റെ ആ ബുദ്ധിക്ക് ആ ഷോക്ക് ഏറ്റിട്ട് പോലും അവൻ്റെ മനസ്സിനകത്ത് അവൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, ഞങ്ങളുണ്ടായിരുന്നു അവൻ്റെ മനസ്സിനുള്ളിൽ. അവൻ അതുകൊണ്ടാണല്ലോ ആ ഷോക്ക് ഏറ്റിട്ട് പോലും ഞങ്ങളുടെ അടുത്തേക്ക് പറന്നു വന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഷോക്ക് അടിച്ച് വീണ ഒരു പറവ അവിടെ വീഴും, അല്ലെ അത് എങ്ങോട്ടെങ്കിലും പറന്നു പോകും. അവൻ്റെ ഉള്ളിൽ ഞങ്ങളുള്ളതുകൊണ്ടല്ലേ അവൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നേ. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് അവനിലുണ്ടായിരുന്നു, ആ ഒരു തിരിച്ചറിവ് ഞങ്ങൾക്കും ഉണ്ടായി. അതുകൊണ്ടാണ് അവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഞങ്ങൾ അവനെ കൊണ്ട് ഓടാവുന്ന സ്ഥലങ്ങളിലൊക്കെ ഓടിയത്. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. പലരും പല രീതിയിലാണ് ചിന്തിക്കുന്നത്, അത്രയേ ഉള്ളൂ. വേറെ ആരെയും കുറ്റപ്പെടുത്തി ഒന്നും പറഞ്ഞല്ല. അപ്പോൾ നമുക്കറിയത്തില്ല ഇങ്ങനെയുള്ള വിഷയങ്ങൾ വല്ലതും ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെപ്പറ്റി വല്ലതും അറിയാമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം. പിന്നെ കൂട്ടിൽ അടച്ചിട്ട് വളർത്തുന്നതൊക്കെ ശിക്ഷയായിരിക്കും, പക്ഷെ ഞങ്ങൾ അവനെ അങ്ങനെ അല്ല വളർത്തിയത്. അവനെ പറത്തി വിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവന് ഷോക്ക് അടിച്ചത്. ഒരു പക്ഷേ കൂട്ടിലിട്ടിരുന്നെങ്കിൽ അവന് ഷോക്ക് അടിക്കത്തില്ല, അവൻ ഇപ്പോഴും ഞങ്ങളുടെ കണ്ടേനെ. അപ്പം അത് മാത്രമല്ല, ഇന്നിപ്പോൾ ഞങ്ങൾ നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരെ പോവുക. അപ്പോൾ അവിടെ ചെവിയുടെ മുകൾ വശം അവർ മാന്തിപ്പറിക്കുന്നു. അപ്പോൾ ചെവിയുടെ മുകൾ വശം മാന്തിപ്പറിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ചെവിക്കകത്ത് ചെവിക്കായം കട്ട പിടിച്ച് കഴിയുമ്പോൾ അവർക്ക് ചൊറിച്ചിലുണ്ടാവും. ആ ചൊറിച്ചിലുണ്ടാവുന്നതുകൊണ്ടാണ് ഇവർ ചെവിയുടെ മുകൾ വശം മാന്തിപ്പറിക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം ഇതിന് മരുന്നൊക്കെ ഒഴിച്ചു. ചെവിയിൽ ഒഴിക്കാനുള്ള മരുന്ന്, ചെവി ക്ലീൻ ചെയ്യുന്ന ചെവിക്കകത്ത് ഒഴിക്കാനുള്ള മരുന്നാണിത്. ഈ മരുന്ന് ഞാൻ ഒഴിച്ചിട്ടൊന്നും അത് കുറയുന്നില്ല. അവൾ വീണ്ടും മാന്തിപ്പറിക്കുക. അപ്പോൾ എൻ്റെ 2 മരുന്നുണ്ടായിരുന്നു. ഈ 2 മരുന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ടും അതങ്ങോട്ട് ഫലം കാണുന്നില്ല. പിന്നെ മുറിവേൽ ഞാൻ ഇട്ടിട്ടും അതത്ര അങ്ങോട്ട് കരിയുന്നില്ല. ഒരു ദിവസം കരിയും, രാത്രിയാകുമ്പോൾ വീണ്ടും അവർ മാന്തിപ്പറിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പം കുഞ്ഞിനെ കൊണ്ട് ഇപ്പം നമ്മുടെ തൃക്കൊടുത്താനം നരസിംഹമൂർത്തി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് വെറ്റിനറി ഹോസ്പിറ്റൽ. അപ്പോൾ ഞങ്ങളുടെ നാട്ടുകാർ തന്നെ, കോട്ടമുറിക്കാർ തന്നെ മിടുക്കിയായ ഒരു പെൺകുട്ടിയാണ് അവിടുത്തെ ഡോക്ടർ. അപ്പം ആ ഡോക്ടറെ കൊണ്ടുപോയി കുഞ്ഞിനെ ഒന്ന് കാണിച്ച് ചെവിയിൽ ഒഴിക്കാനുള്ള വേറെ നല്ല ബെറ്ററായിട്ടുള്ളൊരു മരുന്ന് എഴുതി മേടിക്കാൻ വേണ്ടി ഞങ്ങൾ അവളെയും കൊണ്ട് പോവാം. ഫുഡ് കഴിക്കുക. കുഞ്ഞോ കണ്ടോ ആരാ സാധനം അറിയോ? മനസ്സിലായി കേട്ടോ. മനസ്സിലായി. ആശുപത്രി കൊണ്ടുവന്നത് ചെവി കണ്ടോ? ചെവി കണ്ടോ മാന്തി
ചെവിയുടെ മേൽവശം രണ്ടും മാന്തി പറിച്ച് ഇപ്പം ദേ മരുന്നൊക്കെ ഇട്ട് കുറച്ച് കരിഞ്ഞിരിക്കുക. ടാറ്റാ പോകാം. ടാറ്റാപ്പാം വാ കാറിനകത്ത് ഇരുന്നോളൂ. കൂട്ടിനകത്തോട്ട് കയറ്റുന്നാലും ശരിയാണ്. അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ട് കയറ്റാം. ഇപ്പം കാറിനകത്തോട്ട് വെക്കാം. ചാവി ഇടും. ചാവി എടുത്തു. ഇനി വാ. എവിടെ പോവാ? ഓ അവൾ ഓടി, കയ്യിൽ നിന്ന് പടച്ചോടി. നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് മനസ്സിലായേ. ഇപ്പം അത് കാരണം ഓടിയിട്ടിപ്പോൾ ഞങ്ങൾ രണ്ടാമത് കൂട്ടി കിട്ടും. ഇങ്ങനെ വെറ്റിനറി ഹോസ്പിറ്റലിൽ ഞങ്ങൾ എത്തിയേ. നമ്മുടെ കുന്നുംപുറത്തെ ഹോസ്പിറ്റലിൽ ഡോക്ടറില്ല. ഡോക്ടർ എന്തോ ഹോസ്പിറ്റലിൽ എന്തോ ചികിത്സയ്ക്കായിട്ട് എന്തോ പോയിരിക്കുക. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പം ചങ്ങനാശ്ശേരിയിലേക്ക് വിളിച്ചു ചോദിച്ച സമയത്ത് അപ്പോൾ അവിടെയും ഡോക്ടർ ഉണ്ടാവില്ല. അവരെന്തോ ഇന്ന് മീറ്റിങ്ങാണ്. അവർക്കെന്തോ സ്പെഷ്യൽ ക്ലാസ്സോ മീറ്റിംഗ് എന്തോ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോകുമെന്ന് പറഞ്ഞു. അപ്പം മാമ്മൂട് നടക്കപ്പാടത്ത് മാമ്മൂട് ഹോസ്പിറ്റലിൽ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അവിടെ ഇന്ന് അവളെ കാണിച്ചിട്ട് മരുന്ന് മേടിച്ചുകൊണ്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അതെ, അപ്പം ഞങ്ങൾ അവിടെയും കൂടെ ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ. കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു. അപ്പോൾ കുന്നമ്പുറത്ത് ചെന്നപ്പോൾ അവിടെ ഡോക്ടർ ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ അവിടുന്ന് ഡോക്ടർ അവർ പറഞ്ഞു അവിടുന്ന് മാടപ്പള്ളി നടക്കപ്പാടത്ത് ഉണ്ടോയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ മരുന്ന് എഴുതി തന്നു. അപ്പോൾ അതിതാ ഞാനിപ്പോൾ മേടിക്കാനായിട്ട് പോവാം. കണ്ടോ, ഇയർ ക്ലീനറേ. അപ്പോൾ അത് ഒഴിഞ്ഞ് നോക്കണം. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ വയറിൻ്റെ ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു മുഴ. അപ്പോൾ അതും ഡോക്ടർ നോക്കി. അപ്പം ഡോക്ടർ നോക്കി വെച്ച് പറഞ്ഞു വേറെ എവിടെയെങ്കിലും ബെറ്ററായിട്ടുള്ളത് എവിടെയെങ്കിലും കാണിക്കണം. അപ്പോൾ ഹിരണ്യയുടെ ആണോ എന്നൊരു സംശയം. അത് ചിലപ്പം വളരും. ഇപ്പോഴാകുമ്പോൾ ചിലപ്പം ബെൽറ്റ് ഇട്ടാൽ മാറുമായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ അത് വളർന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോട്ടയത്ത് രവീന്ദ്രൻ ഡോക്ടറെ കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചാൽ അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലായപ്പോൾ അദ്ദേഹം നല്ല ട്രീറ്റ്മെൻറ്റും നല്ല ഹോസ്പിറ്റലുമാണ്. അവൾക്കിപ്പം 3 ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. മേജർ ഓപ്പറേഷൻ 3 കഴിഞ്ഞതാണ്. ഒക്കെ 3 ഓപ്പറേഷൻ വന്നപ്പോഴത്തേക്കിന്. അതുകൊണ്ട് ഞങ്ങൾ ഇനിയിപ്പം അതുപോലെ നല്ലപോലെ അവളെ കെയർ ചെയ്താൽ ഞങ്ങളതുകൊണ്ട് നോക്കുന്നു. എല്ലാ ആഴ്ചകളും ഞങ്ങളവിടെ ശരീരം എല്ലാം നോക്കും. എന്തെങ്കിലും തരത്തിലുള്ള മുഴകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നല്ലോ. ഇപ്പോൾ ഒരു ചെറിയൊരു സിംറ്റം കണ്ടുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ അതുകൂടെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പോയി മരുന്ന് മേടിച്ചുകൊണ്ട് വന്ന് അതും തേക്കാം. വീടിൻ്റെ മുൻവശത്തെ വാതിലാണ്. ഇപ്പോൾ ഈ വാതിൽ തുറന്നിട്ട് 6 ദിവസമായി. വീട്ടിലേക്ക് വരുന്നവരെ എല്ലാവരും ഞങ്ങൾ അടുക്കളയിൽ കൂടാണ് വീട്ടിനകത്തോട്ട് കൊണ്ടുവരുന്നത്. നമ്മുടെ കിളിക്കുഞ്ഞിൻ്റെ സുരക്ഷയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്നുവരെയും തുറന്നിട്ടില്ല. അമ്മ അവിടെ ഇരിപ്പുണ്ട്. അമ്മയുടെ പാലാണ് കാണുന്നത് കേട്ടോ. അമ്മ അവിടെ ഇപ്പോൾ അടയിരിക്കുകയാണ്. അച്ഛൻ വെളിയിലെ മാവേ വന്നിരിക്കും. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കൂടുന്ന സമയത്ത് അമ്മ വെളിയിലോട്ട് പോകും. അച്ഛൻ ഭക്ഷണം കൊണ്ട് കൊടുക്കും. അത് കഴിക്കും, തിരിച്ച് കയറി വരും. ഇപ്പം ഇവാൻകുട്ടനും കുഞ്ഞിനും ഒക്കെ ഞങ്ങൾ ഇവിടെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ വന്ന് ചിലപ്പം അവിടെ കിടക്കത്തേ ഉള്ളൂ. അവരൊന്നും അലക്കത്ത് കരയത്തൊന്നുമില്ല. പക്ഷേ അവരെ കാണുമ്പം തന്നെ കിളിക്കുഞ്ഞിന് പേടി വരുമല്ലോ. ഞാൻ വിദേശത്തു നിന്ന് കൊണ്ടുവന്ന ഒരു വല, നമ്മുടെ അമേരിക്കൻ ആർമിയുടെ ഒരു കൊതുകുവല എൻ്റെ ഇരിപ്പുണ്ട്. ഞാൻ അതൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചാൽ. കണ്ടോ, ഇത് അമേരിക്കൻ മിലിറ്ററി ഉപയോഗിക്കുന്ന കൊതുകുവലയാണ്. ഈ വല അങ്ങ് അവിടോട്ട് കെട്ടാമെന്ന് വിചാരിച്ചു. നമ്മുടെ വലയിലെ സ്റ്റിക്കർ കണ്ടോ, നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണിത്. അപ്പം ഞങ്ങൾക്ക് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി എൻ്റെ 39ാമത്തെ വലകയറ്റമാണിത്. നെറ്റാണ് കേട്ടോ, ഭയങ്കര നെറ്റാണ്. അവരുടെ ആർമിയുടെ അമേരിക്കൻ ആർമിയുടെ ടെൻറ്റും ഒക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പിക്നിക്കിന് പോകുന്ന സമയത്ത് അതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ അവരുടെ വാട്ടർ ക്യാന്, 20 ലിറ്ററിൻ്റെ ക്യാന്, ഐസ് ക്യൂബ് ഇടുന്ന ക്യാന് എല്ലാം എൻ്റെ ഇരിപ്പുണ്ട്. അവരുടെ സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമായിട്ട് ഇനിയിപ്പോൾ അതാണ് 10 ദിവസത്തേക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി, അവരെ സംരക്ഷിക്കുക എന്നുള്ളത്.